വെൽക്കം ബാക്ക് ടു ബ്ലൂസ്റ്റിക് അക്കാഡമി. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. നമ്മൾ മെറ്റ എഐനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും ChatGPT അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനി ഇങ്ങനത്തെ AI ടൂൾസൊക്കെ ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈയിടെയായിട്ട് മെറ്റ എല്ലാവർക്കും തന്നെ റോൾ ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും ഒരു പുതിയ AI റിലീസ് ചെയ്തായിരുന്നു. അതിന് ശരിക്കുള്ള പേര് ലാമ എന്നാണ്. അത് നമ്മുടെ യൂസ് ചെയ്യുമ്പോൾ മെറ്റ AI എന്നാണ് അതിനെ വിളിക്കുന്നത്. സോ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ആർക്കൊക്കെ വാട്സാപ്പ് ഉണ്ടോ വാട്സാപ്പിൻ്റെ അകത്ത് തന്നെ ആ മെറ്റ AI ഉപയോഗിക്കാൻ സാധിക്കും. ഇൻസ്റ്റാഗ്രാം ഉണ്ടോ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് തന്നെ ആ AI ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ChatGPT വെച്ച് നോക്കുമ്പോൾ ChatGPT എന്ന് പറഞ്ഞാൽ വേറൊരു ആപ്പാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു വെബ്സൈറ്റാണ്, അവിടെ പോയി വേണം ചെയ്യാനായിട്ട്. സോ അത് വെച്ച് നോക്കുമ്പം ഇതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് വാട്സാപ്പുള്ള എല്ലാവർക്കും തന്നെ ഇതിൻ്റെ ആക്സസ് കിട്ടുമ്പം കോമൺ മാനിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ളത് മെറ്റ AIക്കാണ്. പിന്നെ ഇപ്പോഴത്തെ രീതിയിൽ ഇത് ഫ്രീയും കൂടെയാണ്. സോ അത് ഏറ്റവും കൂടുതൽ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു AI ടൂളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതും ഈ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള AI ടൂളും കൂടെയാണ് ഈ മെറ്റ AI. കമ്പാരിറ്റീവ്ലി ഈ ChatGPT-4 ഒക്കെ ആയിട്ട് മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ ബെഞ്ച് മാർക്സ് മെറ്റ AIക്കാണ് കൂടുതൽ ഇപ്പം വരുന്നത് ആസ് ഓഫ് ജൂലൈ 2024, റൈറ്റ്? സോ ഈ മെറ്റ AI എങ്ങനെയാണ് ഒരു ബിസിനസ്സിന് യൂസ്ഫുൾ ആകുന്നത് എന്നുള്ള കാര്യം ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പം ഞങ്ങളും യൂസ് കേസസ് ഒക്കെ നോക്കിയപ്പം ഒത്തിരി യൂസ് കേസസ് വരുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ചെറിയ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, റൈറ്റ്? അപ്പം ബേസിക്കലി ആദ്യമേ തന്നെ പറയുന്നത് എങ്ങനെയാണ് മെറ്റ AI ഉപയോഗിക്കാൻ പറ്റുന്നത്, റൈറ്റ്? ഇപ്പം പേഴ്സണൽ യൂസിനാണെങ്കിൽ നമുക്ക് നമ്മുടെ വാട്സാപ്പിൻ്റെ മേളിലൊരു റൗണ്ട്, ഒരു ബ്ലൂയിഷ് കളർ റൗണ്ട് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ChatGPT പോലെ തന്നെ മെറ്റ AIയോട് ഒരു ചാറ്റ് ഓപ്പൺ ആവും. സെയിം ആസ് ഇൻസ്റ്റഗ്രാമിൽ അതുപോലത്തെ ഒരു ബ്ലൂ റിംഗ് ഉണ്ട്. അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും നോളജ് വേണമെങ്കിൽ അത് ചോദിക്കാം. ഇമേജ് ജനറേഷൻ ഉണ്ട്, ഫ്രീ ആയിട്ട് ഇമേജ് ജനറേഷൻ ചെയ്യാം. അതിൻ്റെ അകത്തൊരു സ്പെഷ്യാലിറ്റി ഉള്ളത് ആ ഇമേജ് ചെറുതായിട്ട് ആനിമേഷനും ചെയ്യാൻ പറഞ്ഞാൽ അതും ചെയ്തു തരും. അപ്പം ഇങ്ങനത്തെ ടെക്സ്റ്റായിട്ട് നമുക്ക് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും ഗൂഗിളിൽ നിന്ന് എന്തെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്തുകൊണ്ട് വരും. ഇമേജും ജനറേറ്റ് ചെയ്യാൻ പറ്റും മെറ്റ AIക്ക്. പക്ഷേ പർട്ടിക്കുലർലി ഗ്രൂപ്പുകൾക്കകത്താണ് ഇതിൻ്റെ യൂസ് കേസസ് നമുക്ക് വരുന്നത്. ഒരു ബിസിനസ്സിന് ഇച്ചിരി യൂസ് കേസസ് വരാൻ ചാൻസ് ഉള്ളത്. അതായത് ഏത് സ്മോൾ ഗ്രൂപ്പ് ആയിക്കോട്ടെ ബിഗ് ഗ്രൂപ്പ് ആയിക്കോട്ടെ അതിൻ്റെ അകത്ത് ഇപ്പം മെറ്റ AI ഉണ്ട്, റൈറ്റ്? അപ്പം ഇപ്പം നിങ്ങൾക്കൊരു മെറ്റ AIനെ ആക്സസ് ചെയ്യണമെങ്കിൽ, ഒരു ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക്, അതിൻ്റെ അകത്ത് മെറ്റ AIനെ ആക്സസ് ചെയ്യണമെങ്കിൽ അവിടെ മെറ്റ AI എന്ന് വേറെ ആരെങ്കിലും ടാഗ് ചെയ്യുന്ന പോലെ തന്നെ മെറ്റ AIനെ ടാഗ് ചെയ്തിട്ട് എന്താണ് ചോദിക്കേണ്ടത് അത് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റ AI അവിടെ തന്നെ ഒരു റിസൾട്ട് കാണിക്കും. അങ്ങനെയാണ് ഗ്രൂപ്പുകളിൽ മെറ്റ AIനെ ആക്സസ് ചെയ്യുന്നത്. അപ്പം മെറ്റ AIക്ക് ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള ചാറ്റുകൾ റീഡ് ചെയ്യാനുള്ള അനുവാദം ഇപ്പോൾ ഇല്ല. മെറ്റ AIയോട് എന്തെങ്കിലും പറയണമെങ്കിൽ മെറ്റ AIനെ ടാഗ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ മെറ്റ AI അത് നോട്ട് ചെയ്ത് വെക്കത്തുള്ളൂ. ഈ ഒരു ആപ്ലിക്കേഷന് കുറേ കൂടി യൂസ് കേസ് ഉണ്ട്. അതാണ് ഈ വീഡിയോയിലോട്ട് നമുക്ക് പറയാൻ പോകുന്നത്. സോ ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീം കൊളാബറേഷൻ എൻഹാൻസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങളൊരു ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങളൊരു കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, നിങ്ങൾക്ക് മോസ്റ്റ്ലി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കാണും. സോ അതിൻ്റെ അകത്ത് നിങ്ങൾ കുറേ കാര്യങ്ങൾ ബ്രെയിൻ സ്റ്റോം ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ചെറിയ ഗ്രൂപ്പുകളിൽ ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങളൊരു ഐഡിയ പറയുന്നു, റൈറ്റ്? നിങ്ങളുടെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഐഡിയ ഒരാൾ പറയുന്നു, റൈറ്റ്? അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, അതിനെക്കുറിച്ചൊരു കൂടുതൽ ഡീറ്റെയിൽസ് വേണം, അല്ലെങ്കിൽ അത് കറക്റ്റാണോ, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഫാക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അപ്പം തന്നെ ആ ഒരു ഐഡിയ കോപ്പി ചെയ്തിട്ട് അവിടെ തന്നെ @meta എന്നിട്ടിട്ട് ആ ഐഡിയ പേസ്റ്റ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോട്ട് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ മെറ്റ അതിന് റീസർച്ച് നടത്തിയിട്ട് നമുക്ക് തരും. അപ്പം ബ്രെയിൻ സ്റ്റോമിങ്ങിലും ടീം കൊളാബറേഷനും ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണും, അല്ലേ? അപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഇച്ചിരി എമൗണ്ട് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇടാൻ പറ്റത്തുള്ളായിരിക്കും. പുതുതായിട്ട് ഒരാൾ വരുമ്പം ആ റൂൾസ് എന്താണെന്ന് കാണണമെങ്കിൽ അത് മുഴുവൻ ചിലപ്പോൾ വായിച്ച് നോക്കാൻ പറ്റണമെന്നില്ല. സോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മെറ്റ AIയോട് ഗ്രൂപ്പ് തുടങ്ങി തന്നെ @meta AI എന്നിട്ട് നമുക്ക് റൂൾസ് ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെയാണ് റൂൾസ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം പുതിയൊരാൾ ജോയിൻ ചെയ്യുമ്പോൾ വേണമെങ്കിൽ അയാൾക്ക് റൂൾസ് എന്താണെന്ന് നിങ്ങളൊക്കെ അറിയണമെങ്കിൽ അയാൾക്ക് മെറ്റ AIയോട് ചോദിച്ചാൽ മതി. ഇത് മെറ്റ AI പറഞ്ഞു തരും റൂൾസും കാര്യങ്ങളും. അതുപോലെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ ആളെ ഹയർ ചെയ്യുവാണ്. അപ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ റൂൾസും റെഗുലേഷൻസും ടൈമിങ്സും എല്ലാം മെറ്റ AIയോട് നിങ്ങളുടെ ഗ്രൂപ്പിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ ആൾക്കും മെറ്റ AIയോട് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി മെറ്റ AI ഓർത്തിരിക്കും. നമ്മൾ നേരത്തെ കൊടുത്ത കാര്യങ്ങൾ നമ്മൾ @meta AI എന്ന് പറഞ്ഞ് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഓർത്തിരിക്കും. അത് തന്നെ നമുക്ക് വേറെ ആൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ മെറ്റ AIയോട് ചോദിച്ചാൽ മതി. നമ്മളോട് ചോദിക്കുന്ന പകരം മെറ്റ AIയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അതാണ് രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഫിനാൻസും ഇത് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഒരു ഇൻറ്റേർണൽ ഗ്രൂപ്പാണ് ഫിനാൻസസ് മാനേജ് ചെയ്യാൻ, റൈറ്റ്? ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫ്രീലാൻസറോ ഒരു ഏജൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു
സർവീസ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ക്ലയൻസിന് ഇൻവോയ്സ് അയക്കുന്നു, അത് തിരിച്ച് കിട്ടുന്നുള്ള ട്രാക്കിംഗ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ അപ്പം എപ്പോഴാണ് നിങ്ങളൊരു ക്ലയൻറ്റിന് ഇൻവോയ്സ് അയക്കുന്നത്, അപ്പം നമ്മൾ ആ ഗ്രൂപ്പിൽ വന്നിട്ട് മെറ്റ എഐനെ ടാഗ് ചെയ്തിട്ട് ഐ സെൻഡ് ദിസ് ഇൻവോയ്സ് എന്ന് പറയാം. എന്നിട്ട് അത് എപ്പോഴാണോ കിട്ടുന്നത് അപ്പം വേണമെങ്കിൽ പേയ്മെൻറ്റ് റിസീവ്ഡ് എന്നും ടാഗ് ചെയ്ത് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മന്ത് എൻഡിൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ പേയ്മെൻ്റ് ആണ് പെൻഡിങ്, ഏതൊക്കെ ക്ലയൻ്റ് ആണ് പേയ്മെൻറ്റ് തരാത്തതെന്നുള്ള ഒരു റിപ്പോർട്ട് തരാൻ പറഞ്ഞാലും അത് ഉണ്ടാക്കി തരും. നാലാമത്തേതെന്ന് വെച്ചാൽ ടാസ്ക് മാനേജ്മെൻറ്റിന് വേണ്ടി ഇത് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു മൺഡേ മോർണിംഗ് നിങ്ങൾക്ക് ഈ ആഴ്ചത്തേക്ക് വേണ്ടിയുള്ള പ്രയോറിറ്റി ടാസ്കുകൾ മുഴുവൻ എഴുതി അത് ആരൊക്കെ ചെയ്യണം എന്നുള്ള കാര്യവും ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ മെറ്റ എഐ അത് മൺഡേ ടു ഫ്രൈഡേ എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് ആർക്കൊക്കെ ആണോ അത് അസൈൻ ചെയ്തത് ആ രീതിയിൽ നമുക്ക് റിപ്ലൈ ആയിട്ടൊരു ഫോർമാറ്റിൽ നമുക്ക് തരും. അപ്പം അത് വേറെ ടീം മെമ്പേഴ്സ് അത് ചെയ്ത് കഴിയുമ്പോൾ ഐ ഡൺ ദിസ് ടാസ്ക് മെറ്റ എഐ എന്ന് കൊടുക്കുകയാണെങ്കിൽ മെറ്റ എഐ അത് ഓരോ ലിസ്റ്റ് കുറച്ച് വരും. എന്നിട്ട് വീക്കെൻഡിൽ നമുക്ക് ചോദിക്കാം മെറ്റ എയോട് ഇനി ഏതൊക്കെയാണ് പെൻഡിങ്, ആരാണ് ഏറ്റവും കൂടുതൽ പെൻഡിങ് ടാസ്ക് ചെയ്യാത്തവർ, അങ്ങനെയൊക്കെ രീതിയിൽ റിപ്പോർട്ട് ചോദിക്കാം. ഇനി നാലാമത്തെന്ന് വെച്ചാൽ നമുക്ക് ട്രാൻസ്ലേഷൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ചിലപ്പം നമുക്ക് ഒരു ഇംഗ്ലീഷ് ക്ലയൻറ്റോ ഹിന്ദി ക്ലയൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഹിന്ദിയെ മനസ്സിലാകത്തുള്ളെങ്കിൽ നമുക്ക് ഒരു ക്വറി എന്താ പറയുക നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്നു, അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഗ്രൂപ്പിൽ ഹിന്ദിയിലോട്ടാക്കാവോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഗ്രാമർ മിസ്റ്റേക്ക് മാറ്റി ഇടാവോ എന്ന് ചോദിക്കാം. പിന്നെ വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ നമുക്കൊരു ക്വാളിറ്റി കൺട്രോളിന് ഇത് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഒരു ക്ലയൻറ്റിന് ഒരു ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ അല്ലെങ്കിൽ വീഡിയോയുടെ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ പോസ്റ്റോ കണ്ടൻറ്റോ എന്തെങ്കിലും കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ലാസ്റ്റായിട്ട് ഒരു ഗ്രാമർ ചെക്കോ അതിൻ്റെ കറക്റ്റ് ആണോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ സാധാരണ നമ്മളൊരു മാനുവൽ ചെക്കിംഗ് ആണ് ചെയ്യുന്നത്. നമ്മുടെ മാനുവൽ ചെക്കിന് ശേഷം ഒന്നുകൂടെ നമുക്ക് നമ്മുടെ ഇൻറ്റേർണൽ ഗ്രൂപ്പിൽ ഇട്ടിട്ട് മറ്റേ എഐനെ ടാഗ് ചെയ്യാം, ആ കണ്ടന്റ് ഇട്ടിട്ട് എന്നിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരാനും പറയാം. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആയിട്ട് ഒരു ക്വാളിറ്റി കൺട്രോളായിട്ടും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് കോഡിങ്ങും ഇത് ഹെൽപ്ഫുൾ ആവും. നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കോഡ് ബെറ്റർ ആണോ, അതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും ഇത് മെറ്റ എഐ ഉപയോഗിക്കാൻ സാധിക്കും. അത് ഡെവലപ്പേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. ഒരു പോയിന്റും കൂടെ ഉണ്ട്, അതായത് ഇപ്പം ഇതും ഫ്രീലാൻസേഴ്സിന് ഏജൻസീസിനുമാണ് നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. നമുക്ക് നോർമലി ഡെലിവറബിൾസ് കാണും, 10 പോസ്റ്റ് 15 പോസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലയൻറ്റിൻ്റെ മന്ത്ലി ഡെലിവറബിൾസ് കാണുമല്ലോ ഏതെങ്കിലും ഒരു സർവീസ് ബിസിനസ്സാണ്. അപ്പം ഓരോ ഡെലിവറബിളും ക്ലയൻറ്റ് അപ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് മെറ്റ എഐയോട് പറയാം ഈ ഒരു ഡെലിവറബിൾ അപ്രൂവ് ആയിട്ടുണ്ട്, ഔട്ട് ഓഫ് എക്സ് എമൗണ്ട് ഓഫ് ഡെലിവറബിൾസ് പെർ മന്ത് ഇത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസം നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ മന്ത് എൻഡിൽ നമുക്ക് ഒരു റിപ്പോർട്ട് ചോദിക്കാൻ പറ്റും, എപ്പോഴാണ് എന്തൊക്കെയാണ് നടന്നതെന്നുള്ളൊരു റിപ്പോർട്ട് മെറ്റ എഐയോട് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റ എഐ ഉണ്ടാക്കി തരും. സോ അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഹൈ ലെവൽ യൂസ് കേസസ്, പർട്ടിക്കുലർലി ഫോർ ഏജൻസീസ് ആൻഡ് ഫ്രീലാൻസേഴ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് മോഡലിന് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു യൂസ് കേസസ് നമ്മൾ പെട്ടെന്ന് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യൂസ് കേസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇവിടെ വന്ന് പ്രാക്ടിക്കലായിട്ട് പഠിക്കണമെങ്കിൽ ബ്ലൂസ്റ്റിക് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം. bluestick.com പോയാൽ മതി ജോയിൻ ചെയ്യാം. സോ വി ക്യാൻ ഒരു പ്രാക്ടിക്കലായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാ കാര്യങ്ങളും എക്സ്പോഷറും കിട്ടും. താങ്ക് യു ഫോർ ലിസണിങ്. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.